കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വലിയ തോതിൽ ബഹുജന സ്വാധീനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഐശ്വര്യസമ്പുഷ്ടമായ ഒരു കേരളം കെട്ടിപ്പടുക്കാനും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുമില്ലാത്ത ഒരു കേരളം സൃഷ്ടിച്ചെടുക്കാനുമുള്ള ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾക്ക് വലിയ ബഹുജന പിന്തുണയാണ് ആർജിക്കാൻ കഴിയുന്നത്. ഈ ബഹുജന പിന്തുണ വലതുപക്ഷ ശക്തികളെ, ഇടതുപക്ഷ വിരുദ്ധരെ വല്ലാത്ത തോതിൽ ഉത്കണ്ഠപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ, മുന്നണി ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്താൻ ഒട്ടനവധി കാര്യങ്ങൾ അവർ മാധ്യമരംഗങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ബഹുജനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് അവരുടെ പ്രചരണങ്ങളെയെല്ലാം തള്ളിക്കളയുകയാണ്. ഇതും കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വലിയ മാറ്റം കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. കേരള ജനതയിലാകെ വലിയൊരു പ്രതീക്ഷയാണ് ഇടതുപക്ഷ മുന്നണിയെക്കുറിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ചിട്ടുള്ള ബഹുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾക്കും അവർക്ക് പിന്നിൽ അണിനിരുന്ന ബഹുജനങ്ങളിലും മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളിലും വലിയ മതിപ്പാണ്. രാഷ്ട്രീയമുള്ളവരിലും ഇല്ലാത്തവരിലും എല്ലാം വലിയ മതിപ്പാണ്. കേരളത്തിൻ്റെ പുരോഗതിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഗവൺമെൻറ് നാനാ മേഖലകളിൽ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത്, വ്യാവസായിക രംഗത്ത്, ആരോഗ്യരംഗത്ത് എല്ലാം ഇപ്പോൾ കേരളം അതിവേഗത്തിലുള്ള വളർച്ചയിലാണ്. കേരളം നേരിട്ടിട്ടുള്ള ഒരു വലിയ ആപത്താണ് ഈ വയനാട്ടിലുണ്ടായിട്ടുള്ള ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. ആ ദുരന്തത്തിൽ വലിയ നാശനഷ്ടമാണ് കേരളത്തിനുണ്ടായത്. ആ നാശനഷ്ടങ്ങൾ അനുഭവിച്ച ജനങ്ങളെയെല്ലാം ചേർത്ത് പിടിക്കാൻ, ആ ജനങ്ങളുടെയെല്ലാം താല്പര്യം സംരക്ഷിക്കാനും എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സാമൂഹിക സംഘടനകളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കി. ആ ക്ഷേമ പ്രവർത്തനങ്ങളും നടപടികളും കേരള സമൂഹത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെ വലിയ മതിപ്പുണ്ടാക്കുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇടതുപക്ഷ മുന്നണി കൂടുതൽ ശക്തിയാർജിച്ചു വരുന്നത് രണ്ട് കൂട്ടരെയാണ് ഭയപ്പെടുത്തുന്നത്. പ്രധാനമായും കേരളത്തിൽ അത് UDFലെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തെ, അതുപോലെ തന്നെ BJPയെ. ഈ രണ്ട് കൂട്ടരും പരസ്പരം സഹകരിച്ചും യോജിച്ചും ഈ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്താൻ ഏതൊക്കെ തരത്തിൽ സാധിക്കും എന്നതിൽ ചിന്തകൾ വെച്ചു പുലർത്തി പരസ്പര ആശയവിനിമയം നടത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും കേരളത്തിൻ്റെ ഒരു ദുരന്തം എന്ന് തന്നെ പറയാം. ദേശീയ ദുരന്ത പട്ടികയിൽ പെടുത്തേണ്ടതാണ് വയനാട് ദുരന്തം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ദേശീയ ദുരന്തത്തിൽ പെടുത്തിയില്ല, അതിതീവ്ര ദുരന്തത്തിൽപ്പെടുത്തി. അങ്ങനെ വന്നാലും കുറേ സഹായങ്ങൾ നമുക്ക് ലഭ്യമാകും. വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. ആ ദുരന്ത നിവാരണത്തിനും
മരണപ്പെട്ടുപോയവർ, അവരുടെ ബന്ധുക്കൾ, ജീവിച്ചിരിക്കുന്നവർ, അങ്ങനെയുള്ള എല്ലാവരെയും സംരക്ഷിക്കാൻ ഒരു പുതിയ ടൗൺഷിപ്പ്, അവർക്ക് മുഴുവൻ വീട്, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, പൂർണ്ണ സംരക്ഷണം, തൊഴിൽ ഒക്കെ ഉറപ്പുവരുത്താൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാന് ഇടതുപക്ഷ ഗവൺമെൻറ് തയ്യാറാക്കി. ഏതാണ്ട് ഒരു 2000-2500 കോടിയിൽ പരം രൂപ ചിലവ് കണക്കാക്കാവുന്ന ഒരു പദ്ധതിയാണത്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് സഹായം അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഈ ദുരന്തഭൂമിയിൽ വന്ന് ദുരന്തങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് കേരളീയരെല്ലാം പൊതുവെ വിശ്വസിച്ചത് വലിയ സഹായം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുമെന്നായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള സഹായങ്ങളൊന്നും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമായില്ല. കേരള ഗവൺമെൻറ് വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരുന്നു. പുനരധിവാസത്തിനുള്ള പാക്കേജ് നടപ്പിലാക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്, ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ഈ ദുരന്ത നിവാരണത്തിനുള്ള സഹായങ്ങൾ പ്രത്യേക പാക്കേജായോ പ്രത്യേക പദ്ധതിയായോ അനുവദിച്ചില്ല. ഇപ്പോൾ ചെയ്തിരിക്കുന്നൊരു കാര്യം ഏറ്റവും ക്രൂരമായിട്ടുള്ള, പൈശാചികമായിട്ടുള്ള ഒരു സന്തോഷം കണ്ടെത്താനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടിയാണ്. ഏതാണ്ട് 530 കോടി രൂപ ഇവിടുത്തെ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ 530 കോടി രൂപ വായ്പ അനുവദിക്കാം. ആ വായ്പ പ്രത്യേക വായ്പയല്ല, കേരളത്തിന് നിക്ഷേപ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉള്ള വായ്പാ പദ്ധതിയുണ്ട്. കേരളത്തിൻ്റെ നിക്ഷേപ രംഗത്ത് ഉപയോഗപ്പെടുത്തേണ്ട വായ്പ അത് 182 കോടി വരും. ആ നിക്ഷേപ വായ്പാ പദ്ധതിയിൽ നിന്ന് 530 കോടി ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്, വയനാടിലെ ദുരന്ത നിവാരണത്തിന് വേണ്ടി വായ്പയായിട്ട് അനുവദിക്കാം. ആ വായ്പയായിട്ട് അനുവദിക്കണമെങ്കിൽ വെച്ചിരിക്കുന്ന കണ്ടീഷൻ കേരളത്തെ മാത്രമല്ല എല്ലാ ജനങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതായത് 45 ദിവസം കൊണ്ട് ഈ പണം മുഴുവൻ ചെലവാക്കി അതിൻ്റെ ബൗച്ചർ, അതിൻ്റെ കണക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചാൽ ആ പണം വായ്പയായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് വായ്പയായി അനുവദിക്കാം. ഇത്രയും ബാലിശമായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടിന് ആർക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കുമോ? കേരള 530 കോടി രൂപ 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. ഇതെന്താണ്, ഒരു കണക്ക് കൊടുത്ത് വാങ്ങേണ്ടതാണോ? 2 ഗവൺമെൻറ്റുകളല്ലേ, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, ഒരു ഫെഡറൽ രാഷ്ട്രമല്ല ഇന്ത്യ. പരസ്പര വിശ്വാസവും സഹായങ്ങളും വേണ്ടേ? ആ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ എന്തെങ്കിലും ഒരു മാന്യത കാത്തു സൂക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായോ? തയ്യാറായില്ലെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഞങ്ങൾ സഹായിച്ചു എന്ന് വരുത്തി പ്രചരണം നടത്താനുള്ള, ഫലത്തിൽ ഒരു സഹായവും നൽകാതിരിക്കാനുള്ള ഏറ്റവും നീചമായിട്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചത്. മനുഷ്യനെ വേദനിപ്പിച്ച് ആ വേദനയിൽ നിന്നും സന്തോഷം കൊണ്ടെത്തുന്ന ഒരു പാർട്ടിയായി BJP ഇന്ത്യയിൽ അധപ്പതിച്ചിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷണമാണ് കേന്ദ്രമന്ത്രിമാരിലൂടെ പുറത്തു വന്നത്. കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു BJP-കാരൻ, ഒരു BJP നേതാവിന് ഈ നിലപാടിനെ അംഗീകരിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവഗണന, ഈ ക്രൂരമായ ഇത്തരം നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടതുപോലെ പാക്കേജ് നൽകി ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അതിന് കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഈ നിലപാടിലൂടെ ഇപ്പോൾ കേരളത്തിലൊരു പുതിയ ഐക്യം തന്നെ വളർന്നു വന്നിട്ടുണ്ട്, ജനകീയ ഐക്യം. ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് അങ്ങേയറ്റ ആദരവ് കാണിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ക്രൂരതയും പൈശാചികവുമായ നടപടി കേരള സമൂഹത്തിൽ വലിയ തരത്തിൽ BJP വിരുദ്ധ കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരായിട്ടുള്ള വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസ്സിന്
BJPയെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയും കേരളത്തിന് സഹായം ലഭിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ എതിർത്തിട്ടുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഇതുവരെ UDF സന്നദ്ധമായിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കണം, കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ സഹായങ്ങൾ നൽകണം, ദുരന്ത നിവാരണത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകണം. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾക്ക് മാത്രമല്ല മറ്റ് പാർട്ടികളിലും പുതിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ കേരള സമൂഹത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ചില പ്രസ്താവനകളുമായി പല നേതാക്കൾക്കും രംഗത്ത് വരേണ്ടി വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചില പ്രസ്താവനകൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. കേരളം വ്യാവസായിക രംഗത്ത് അതിവേഗം വളരുന്ന ഒരു സംസ്ഥാനമാണ്. ഞാൻ വ്യവസായ മന്ത്രിയായിരുന്നു കേരളത്തിൽ. ഞാൻ വ്യവസായ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോകം അംഗീകരിച്ച ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് അതിവേഗത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ, നിക്ഷേപകർക്ക് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ കേരളത്തിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തി സംരംഭകർക്ക്, നിക്ഷേപകർക്ക് വളരെ വേഗത്തിൽ തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു നിയമനിർമ്മാണത്തിന് രൂപം കൊടുത്തു. ഇവിടെ അപേക്ഷ കൊടുത്ത് കാത്തിരുന്ന് മനം മടുത്തുകൊണ്ടിരുന്ന പലരുമുണ്ടായിരുന്നു. അത്തരം ആളുകൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി സംരംഭകൻ, നിക്ഷേപകൻ വന്ന് ഒരു പ്രോജക്റ്റ് കൊടുത്ത് അനുവാദത്തിന് ചോദിച്ചാൽ 15 ദിവസത്തിനകം അതിന് അനുവാദം കൊടുത്തിരിക്കണം. അത് അനുവാദം കൊടുത്തില്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ ഡീംഡ് ലൈസൻസായി അവർക്ക് ഒരു അനുവാദവും ഇല്ലാതെ തുടങ്ങാം. ഇത്തരത്തിലുള്ള നിലപാടുകളും നിയമങ്ങളും സൃഷ്ടിച്ച് കേരളത്തെ അതിവേഗത്തിൽ വികസിപ്പിച്ചെടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നു. എന്ന് മാത്രമല്ല, ഇന്ന് ലോകത്തിൽ കേരളം വ്യാവസായിക വികസന രംഗത്ത്, നിക്ഷേപക രംഗത്ത് വലിയ മുന്നിൽ വരികയാണ്. ഏതാണ്ട് ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് കേരളം ഈ നിക്ഷേപ സൗഹൃദ രംഗങ്ങളിൽ വളരെ പിന്നിലായിരുന്നു. ഇന്ന് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്. ഇതിവിടുത്തെ കണക്കുകളും ഇവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ കേരളം എത്രമാത്രം വളർന്നു, ITA മേഖലയിൽ കേരളം എത്രമാത്രം വളർന്ന് വികസിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം ആളുകളാണ് ഇപ്പോൾ IT മേഖലയിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ അന്താരാഷ്ട്ര വിമാനത്താവളം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിന് ചുറ്റുമായിട്ട് 5000 ഏക്കർ ഭൂമിയെടുത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ, ITA മേഖലയെ വികസിപ്പിച്ചെടുക്കാൻ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് പോയാൽ കഴക്കൂട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രതീതിയല്ലേ. വലിയ സംരംഭങ്ങൾ, വലിയ തരത്തിലുള്ള എറണാകുളത്ത്, കോഴിക്കോട് എത്ര ലക്ഷം ആളുകളാണ് IT മേഖലയിൽ ജോലി ചെയ്യുന്നത്, സ്ഥാപനങ്ങൾ വരുന്നത്. നിക്ഷേപ സൗഹൃദമല്ലേ ഈ കേരളം. ഈ കേരളം നിക്ഷേപ സൗഹൃദമെന്ന് അനുഭവസ്ഥർ വസ്തുതകൾ നിരത്തി പറയുമ്പോൾ എന്തിനാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ഈ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്? അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നതിൽ വ്യക്തിപരമായ താല്പര്യമുണ്ടാകാം. പലരും പല കുപ്പായവും തയ്പ്പിച്ച് നടക്കുന്നവരുണ്ടാകും. അവരെല്ലാം ജനങ്ങൾ ഒറ്റപ്പെടുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ അവരെയെല്ലാം ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് കേരളം, വികസനോന്മുഖമായ കേരളത്തെ നിരാശപ്പെടുത്താൻ, കേരള ജനതയെ നിരാശപ്പെടുത്താൻ, നിക്ഷേപകരെ തിരിച്ചയക്കാൻ ഇടയാക്കത്തക്ക നിലയിൽ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ കേരളം നിക്ഷേപ സൗഹൃദമല്ല. കേരളം വളരുമോ? കേരളം വികസിക്കുമോ? എന്തിനാണ് അടിസ്ഥാനരഹിതമായി ഈ കാര്യങ്ങൾ UDFൻ്റെ, കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രചരിപ്പിക്കുന്നത്? അവർക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ഇപ്പോൾ കേരളം നിക്ഷേപ സൗഹൃദമായൊരു നാടാണ്. ഒട്ടനവധി നിക്ഷേപങ്ങൾ ഇനിയും ഇപ്പോൾ കൊച്ചിയിൽ 21-22 തീയതികളിൽ അന്താരാഷ്ട്ര നിക്ഷേപരെ ആകർഷിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു വലിയ സംരംഭത്തിന് കേരളത്തിലെ വ്യവസായ വകുപ്പ് മുൻകൈയെടുത്ത് നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണ്. ലോകത്തിലെ പ്രമുഖ നിക്ഷേപകരതിൽ പങ്കെടുക്കുകയാണ്. ഇങ്ങനെ വന്ന് കേരളത്തെ പഠിച്ച് മനസ്സിലാക്കി കേരളം വളരണ്ടേ?
അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം രംഗത്ത് കേരളം ഇത് വളരെ മുമ്പിലല്ലേ? അത് വികസിപ്പിച്ചെടുക്കേണ്ടേ? അതിന് നിക്ഷേപകരെ ആകർഷിക്കുകയല്ലേ വേണ്ടത്? അതുകൊണ്ട് അവരെയെല്ലാം നിരാശപ്പെടുത്തി പറഞ്ഞയക്കാൻ വേണ്ടി കേരള വിരുദ്ധ നിലപാട് ഒരു പാർട്ടി സ്വീകരിക്കുന്നത് ശരിയാണോ? അവർക്ക് നിരാശയുണ്ടാകും, വ്യക്തിഗതമായ നിരാശയാകാം. പക്ഷെ നാം കാണേണ്ടത് കേരള സമൂഹത്തിൻ്റെ അഭിവൃദ്ധിയാണ്, കേരളത്തിൻ്റെ വളർച്ചയാണ്, കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കലാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് വരുമ്പോൾ എല്ലാവരും അതിനെ സഹായിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ കേരളത്തിലെ വികസന രംഗങ്ങളിൽ ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വച്ചിരിക്കുന്നത് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ വികസനം ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരാളെയും മാറ്റി നിർത്താനല്ല, എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. തൊഴിലില്ലായ്മയാണ് കേരളം അനുഭവിക്കുന്നൊരു വലിയ പ്രശ്നം. ആ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ സ്വകാര്യ പൊതുമേഖലകളിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് അവർക്കെല്ലാം തൊഴിൽ കൊടുക്കാനുള്ളൊരു മേഖല നമ്മൾ സൃഷ്ടിക്കണ്ടേ? എങ്ങനെയാണ് തൊഴിൽ നൽകിയിട്ട് നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക? സംരംഭമുണ്ടാകണ്ടേ? നിക്ഷേപകർ വരണ്ടേ? പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗപ്പെടുത്തണ്ടേ? അതുവഴി കേരളത്തിൽ അഭിവൃദ്ധിപ്പെടണ്ടേ? ഇതിനെല്ലാമുള്ളൊരു പൊതു അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ട്. വിദ്യാഭ്യാസപരമായി കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള നാട്. എല്ലാ കുട്ടികളും പഠിച്ച് മിടുക്കരായി വളർന്നു വരികയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ അതിവേഗം കുതിച്ചുയരുകയാണ്. വിദ്യാഭ്യാസത്തിൽ കേരളത്തെ പോലെ വേറൊരു സംസ്ഥാനമുണ്ടോ? കേരളം പിന്നോക്കമാണ്, വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് ശരിയാണോ? വസ്തുത എന്താണ്? ആരോഗ്യപരമായി സാമൂഹ്യനീതി, സാമൂഹ്യ സുരക്ഷ, ഇതെല്ലാം ഉറപ്പുവരുത്തിയിട്ടുള്ളൊരു നാടല്ലേ ഈ കേരളം. രാഷ്ട്രീയ വിരോധം ശരിയായിരിക്കും, രാഷ്ട്രീയമായി പ്രത്യയശാസ്ത്രപരമായി അതിൻ്റെ രംഗത്ത് ഏറ്റുമുട്ടൂ, അതിൻ്റെ രംഗത്ത് മത്സരിക്കൂ. പക്ഷേ ഈ കേരളത്തിൻ്റെ 3.5 കോടി മലയാളികളുടെ ജന്മനാട്, 3.5 കോടി കേരളീയരുടെ ജന്മനാടാണ് ഈ കൊച്ചു കേരളം. ആ കേരളത്തിൻ്റെ സമഗ്രമായ വികസനം ഓരോ മനുഷ്യൻ്റെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതാണ്. ആ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുക, യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുക, ആ യാഥാർത്ഥ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരും നിർവഹിക്കേണ്ടത്. സങ്കുചിത രാഷ്ട്രീയ താൽപ്പര്യങ്ങളിൽപ്പെട്ട് കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിലപാട് അവർ സ്വീകരിക്കുന്നത് കോൺഗ്രസ് അണികളെപ്പോലും ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. കോൺഗ്രസ്സിലെ തന്നെ ചിന്തിക്കുന്നവർ, ഈ നാടിനോട് താല്പര്യമുള്ള ജനത പൊതുവേ ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ചു വരികയാണ്. അതുകൊണ്ട് UDF നേതൃത്വം ഗഹനമായി ആലോചിച്ച് ഇന്ന് അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റ് തിരുത്തി കേരള വികസനത്തിനും കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കും ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നടപടികൾ, അതിന് സഹായങ്ങൾ നൽകാൻ മുന്നോട്ട് വരണം. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഏതെങ്കിലും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക എന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ ചില നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാട് കേരള വിരുദ്ധമാണ്. BJP ഒരു കേരള വിരോധികളുടെ പാർട്ടിയാണ്. കേരളത്തോട് അങ്ങേയറ്റ ശത്രുത വെച്ച് പുലർത്തുന്നൊരു പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ നാനാ മേഖലകളിലും അതിൻ്റെ വികസനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം സീപോർട്ട് കേരളത്തിൻ്റെ ഒരു വലിയ എസറ്റാണ്. ഇതുപോലെ ഇനി സീപോർട്ട് ഉണ്ടാകണം, എയർപോർട്ട് ഉണ്ടാകണം. എല്ലാ മേഖലകളിലും നമുക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ കഴിയണം. അതിനുള്ള നടപടികളാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണങ്ങളാണ് ഈ രംഗത്തുണ്ടാകേണ്ടത്. നശീകരണ വാസനയോടുകൂടി ഇത്തരം ഇന്ന് പ്രതിപക്ഷത്തുള്ള ചില പാർട്ടി നേതാക്കൾ സ്വീകരിക്കുന്ന അവരുടെ നിലപാട് തിരുത്തി ക്രിയാത്മകമായ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വസ്തുതകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും തരൂരിൻ്റെ അഭിപ്രായം ശരിയാണെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, തരൂർ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് യഥാർത്ഥത്തിൽ വഷളാക്കിയത് കോൺഗ്രസിൻ്റെ ചില നേതാക്കളല്ലേ? അവരുടെ രാഷ്ട്രീയ നേതൃത്വം യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ പ്രശ്നങ്ങളെ കാണാനും സമീപിക്കാനും അവർ കഴിയുന്നില്ല. ഇന്ന് കേരളത്തിൽ അവർക്കെതിരായിട്ടുള്ളൊരു അന്തരീക്ഷം വന്നിരിക്കുകയാണ്. ശശി തരൂരാണ് ശരിയെന്ന് കോൺഗ്രസ്സുകാർ പറയുകയാണ്. ആ അഭിപ്രായത്തോടൊപ്പമാണ് നിൽക്കേണ്ടിയിരുന്നത്. കേരളമാണ് നമ്മുടേത് എന്ന അഭിപ്രായം കോൺഗ്രസ്സിലെ നല്ലൊരു വിഭാഗം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പുരോഗതി തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഹാനികരമായി തീരുന്നു എന്ന് ഭയന്ന് തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ അവർ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളിൽ ചിലരെടുക്കുന്ന നിലപാട് അതിവേഗം തിരുത്താൻ സാധിക്കണം.
ശശി തരൂരാണ് ഈ കാര്യങ്ങൾ കേരളത്തിൻ്റെ വ്യവസായ രംഗത്തെ വളർച്ചയിലും കേരളത്തിൻ്റെ പുരോഗതിയിലും വസ്തുതാപരമായി അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ വസ്തുതാപരമായ കാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ സമർത്ഥിക്കുന്നത്. അപ്പോൾ അതിനോടൊന്നും പ്രതികരിക്കാനൊന്നും ഇവർക്ക് സാധിക്കുന്നില്ല. ഈ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ അവരെവിടെ എത്തും? ഇന്ത്യയിൽ BJP കഴിഞ്ഞാലുള്ളൊരു പാർട്ടിയല്ലേ, അവർ ചില സംസ്ഥാനങ്ങൾ ഭരിക്കുന്നില്ലേ? അങ്ങനെ ഭരിക്കുന്ന കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയാൽ അവരെവിടെ എത്തിച്ചേരും? അതാണ് കോൺഗ്രസ്സുകാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ തന്നെ ശശി തരൂരാണ് ശരി എന്ന നിലപാട് സ്വീകരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെ തരൂര് പറഞ്ഞ ആളാവട്ടെ ചിന്ത വന്നിട്ടുണ്ടാവും സതീശനും ഒക്കെ. പലരും ആ കുപ്പായം തയ്പ്പിച്ച് നടക്കുകയാണ്. 1, 2, 3 ഒന്നുമല്ല. അത് തയ്പ്പിച്ച് നടക്കുന്നവർ തയ്പ്പിച്ച് നടന്നോട്ടെ, അതിലൊന്നും ഞങ്ങൾ തടസ്സമില്ല. അവർക്ക് എന്തും ആഗ്രഹിക്കാനും ചിന്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ കേരളത്തിൻ്റെ താല്പര്യമാണ് പറയുന്നത്. കേരളത്തിൻ്റെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ വികസന കാഴ്ചപ്പാടോടൊപ്പം നിൽക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതുകൊണ്ട് ശശി തരൂരിൻ്റെ പ്രസ്താവന ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്. ഇതിനു മുമ്പ് അദ്ദേഹം ഇതുപോലെ ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നില്ല. ഇന്നലെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് വലിയ ചില പ്രോജക്റ്റുകൾ, അതിൻ്റെ ഉദ്ഘാടനം, ആ പരിപാടികളിൽ എല്ലാവരും സഹകരിക്കുന്നില്ലേ? വലിയ ഉദ്ഘാടന മേളകൾ നടക്കുന്നില്ലേ? എല്ലാവരും സഹകരിക്കുന്നില്ലേ? എല്ലാ പാർട്ടിക്കാരും പങ്കെടുക്കുന്നില്ലേ? അതായിരിക്കണ്ടേ നമ്മുടെ നാട്ടിലുണ്ടാകേണ്ടത്? ഉദ്ഘാടന വേളയിൽ അത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മാത്രം നിർവഹിക്കുകയാണ്. എല്ലാ പാർട്ടികളെയും അതിൽ ഭാഗവാക്കാക്കുന്നു. MLA MP മാരെ മുഴുവൻ അതിൻ്റെ ഭാഗമാക്കി തീർക്കുന്നു. അങ്ങനെയൊരു സംസ്കാരമല്ലേ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്? തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് മത്സരിക്കാം, ജനങ്ങളുടെ മുമ്പിൽ മാനിഫെസ്റ്റോ വെച്ച് മത്സരിക്കാം. പക്ഷേ ഈ കേരളം പിന്നോട്ട് പോകാൻ പാടുണ്ടോ? കേരളം ദരിദ്രമാണ്, പട്ടിണിയാണ്, ഇവിടെ ഒന്നുമില്ല, ആരും ഇങ്ങോട്ട് കയറി പോരരുത്, എല്ലാവരും വന്ന വഴി തിരിച്ചു പോകണം എന്നുള്ള നിലയിൽ ഇത് തകർന്നു കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ഭാവി എന്താകും? തൽക്കാലം രാഷ്ട്രീയ ലക്ഷ്യത്തിനാണ് പറയുന്നതെങ്കിലും അത് കേരള സമൂഹത്തിന് ഏറ്റവും വലിയ ആഘാതമല്ലേ, നാശമല്ലേ ഉണ്ടാക്കുക? തെറ്റായതല്ലേ അവരുടെ പ്രചരണങ്ങൾ? ശരിയാണോ പറയുന്നത്? അതുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയല്ല വേണ്ടത്. ശരിയായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചാലാണ് അവർക്കും ജനങ്ങളിൽ അംഗീകാരം നേടിയെടുക്കാൻ സാധിക്കുക. സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ ചേട്ടൻ്റെ കൈവശം പറഞ്ഞല്ലോ, ഈ അന്ന് TP ശ്രീനിവാസനെ മർദ്ദിച്ചത് ശരിയല്ല, ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോഴത്തെ SFI സംസ്ഥാന സെക്രട്ടറി പറയുന്നു അന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു കുറ്റബോധമില്ല. ഞാൻ പറയുന്നത് അതൊക്കെ പറയുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വരികയും ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പറഞ്ഞാലോട് തന്നെ നേരെ നിങ്ങളുടെ മാധ്യമക്കാർ അവിടെ ഉണ്ടല്ലോ, നേരെ തന്നെ ചോദിച്ചാൽ എന്താ കാര്യങ്ങളെന്ന് പറയും. ഇതൊന്നും നമ്മുടെ കേരളത്തിലെ CPM രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അതെല്ലാം ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ട വിഷയം അതിൻ്റെ ബന്ധപ്പെട്ടവരോട് ചോദിച്ചാൽ അവരതിൻ്റെ മറുപടി പറയും. അതൊന്നും ഒരു ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉയർന്നു വരേണ്ട ഒരു വിഷയമല്ലത്. അതൊരു എത്രയോ മാസങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യം. അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. UDF പിന്നെ KSUക്കാർ എന്നിട്ട് പിന്നെ കലക്ടറുടെ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ സെക്രട്ടറിക്ക് താറോയിച്ചിട്ടില്ല. എന്തൊക്കെ നടന്നിട്ടുണ്ട്? ഇങ്ങനെ പലതും ഇവിടെ നടന്നിട്ടുണ്ട്. അതൊന്നും നടക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. താറോയിക്കാനും പോകരുത്, ആക്രമിക്കാനും പോകരുത്, ഒന്നിനും പോകരുത്. ഇപ്പോൾ കേരളം ഒരു സമാധാന അന്തരീക്ഷമുണ്ട്. എല്ലാ രംഗത്തും സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ വിദ്യാലയങ്ങളെയും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന തെറ്റായിട്ടുള്ള ചില പ്രവണതകൾ ഇല്ലായ്മ ചെയ്യാൻ അതിനുള്ള നല്ല നിലപാടുകളും ഗവൺമെൻറ്, പോലീസ്, അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സ്വീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമുക്കെല്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കാം. ഒരു ലഹരി വിമുക്ത കേരളം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ നടക്കുന്ന പലതരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ എല്ലാവരും കൂടി സഹകരിച്ച് പ്രവർത്തിക്കാം. സാമൂഹ്യ വിരുദ്ധരെ ഒറ്റപ്പെടുത്താം. അതാണല്ലോ ഇന്ന് വേണ്ടത്. അതിനുള്ള ഐക്യവും സാഹോദര്യവുമാണ് വേണ്ടത്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ വിഷയം അതവിടെ പറയാം, തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വെക്കാം. ഇന്ന് കേരളത്തിൻ്റെ എല്ലാവരും ആഗ്രഹിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഈ വർഷം പകുതിയാകുമ്പോഴേക്കും അതിദരിദ്രരില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാകും. ഇത് ഇടതുപക്ഷ ഗവൺമെൻറ് കണക്കല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്താരാഷ്ട്ര നിരീക്ഷണത്തിൻ്റെ സാമ്പത്തിക വിദഗ്ധന്മാരുടെ കണക്കാണ്. അതിലേക്ക് കേരളം മാറുകയാണ്. അവിടെയും നമ്മൾ നിൽക്കുകയല്ല വേണ്ടത്.
ഇപ്പോൾ എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യം മുഴുവൻ നടക്കുന്നു. നമ്മുടെ നാഷണൽ ഹൈവേ ഇതിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ എത്രമാത്രം മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇങ്ങനെ വരുമ്പോഴാണ് രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. ഇപ്പം ധാരാളം ഞാൻ ഇന്നലെ ആലപ്പുഴയിൽ കണ്ടത് ഒട്ടനവധി സന്ദർശകർ വിദേശികൾ ആലപ്പുഴ വരികയാണ്, കോട്ടയത്ത് വരികയാണ്, തിരുവനന്തപുരത്ത് വരികയാണ്. അങ്ങനെ വരുമ്പോൾ അവരിവിടെ വരുമ്പോൾ അതിൻ്റെ യാത്ര, ഭക്ഷണം, താമസം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടേതെല്ലാം പണം ഈ കേരളത്തിൽ ആകെ വിഹരിക്കും. അങ്ങനെ ഒരുപാട് വ്യാപാരങ്ങൾ നടക്കും. അത് പുതിയ ഡെവലപ്മെൻറ്റിന് വഴിയൊരുക്കും. ഇങ്ങനെ വരുമ്പോഴാണ് രാജ്യം അഭിവൃദ്ധിപ്പെടുക. അതിനെയല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിലേക്കല്ലേ നമ്മുടെ നിക്ഷേപകരെ ആകർഷിക്കേണ്ടത്. അതിന് പകരം അവരെ ഭയപ്പെടുത്തുന്ന, ഇടുന്ന് ഓടിക്കുന്ന, കേരളം നശിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മനോഭാവം കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ വെച്ചു പുലർത്തുന്നു. ആ മനോഭാവം അവർ ഉപേക്ഷിച്ച് കേരള താല്പര്യത്തോടൊപ്പം നിൽക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം. ഏതാ അത് ഞാനത് എല്ലാം ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ കഴിയുന്നത്ര വേഗം തയ്യാറാക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ട്. ഏതാ അല്ല, ഞാനിങ്ങനെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരുമായിട്ട് ഞാൻ വാക്ക് കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരുമായി ചർച്ച ചെയ്യാനുണ്ട്. പലരും വന്ന് സമീപിച്ചിരുന്നു. ഏതായാലും അതിൻ്റെ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വേഗത്തിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് എനിക്ക് ഏപ്രിലിൽ തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയും. ഈ മാർച്ചോടുകൂടി ഏപ്രിൽ മാസം എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് വീക്ക് നമ്മുടെ 2 മുതൽ പാർട്ടി കോൺഗ്രസ്സാണ് മധുരയിൽ. അപ്പോൾ ആ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് 7, 8, 9 ആകുമ്പോഴേക്ക് പാർട്ടി കോൺഗ്രസ് തീരും. അതിനുശേഷം ഒരു 14 നമ്മുടെ കേരളത്തിലെ വിഷു ഉത്സവങ്ങളാണ്. അപ്പോൾ ആ ഘട്ടങ്ങളിൽ ഏതെങ്കിലും ആയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല, ഒന്നും തീരുമാനിച്ചില്ല. അതിൻ്റെ മുഖവരി എഴുതാനുണ്ട്, ആമുഖം എഴുതാനുണ്ട്, മറ്റു ചില പല ആളുകളുമായിട്ട് ഇൻ്റർവ്യൂ നടത്തി അവരുടെ ഒപ്പീനിയനൊക്കെ ശേഖരിക്കാറുണ്ട്. അതിൽ തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരെയൊക്കെ കണ്ട് ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കുന്നുണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. എന്താ ഇവിടെയോ മട്ടന്നൂർ ഇപ്പോൾ അതിൻ്റെ കിംഫ്ര തന്നെ അവിടെ അതിന് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് റെഡിയായി. പുതിയ സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും കൊടുക്കാനുള്ള പ്രവർത്തനമുണ്ട്. അപേക്ഷകൾ അവിടെ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനിപ്പോൾ എനിക്ക് അധികാരം ഇല്ലാത്തതുകൊണ്ട് അതിൽ ഞാൻ കടന്ന് പരിശോധിക്കാറില്ല. നല്ല അവിടെ ഇപ്പോൾ പോകുമ്പോൾ തന്നെ കാണാം. ഞാൻ അവിടെ തന്നെ അതിൻ്റെ കോമ്പൗണ്ട് വാളും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിപ്പോൾ വന്നിട്ടുണ്ട്. അല്ല, ഏതെല്ലോ കമ്പനികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ IT മേഖലയ്ക്ക് തന്നെ നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന നിലയിൽ വന്നാൽ, കാരണം ഈ വിമാനത്താവളത്തിൻ്റെ ഒരു 10-30 കിലോമീറ്റർ ചുറ്റളവിൽ IT സ്ഥാപനങ്ങൾ വേഗത്തിൽ വരും. കാരണമെങ്കിൽ വിമാനത്താവള IT സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഈ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ ഇവിടെയൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള നടപടികൾ ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അതെ. അന്ന് 200-ലധികം ഏക്കർ അവിടെ നോട്ടിഫൈ ചെയ്ത് 2017. 8 വർഷം കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവർക്ക് നഷ്ടപരിഹാരം ഒന്നും കിട്ടിയിട്ടില്ല. സ്ഥലമൊന്നും ചെയ്യാൻ പറ്റാതെ ആകെ പ്രശ്നത്തിലാണ്. അല്ല, അതിവിടുത്തെ ചില പ്രശ്നങ്ങളുമായിട്ട് ചില എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ ഇടപെടാറുണ്ട്. പരമാവധി അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചില നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതെന്താണെന്ന് ഇപ്പോൾ എനിക്ക് പരിശോധിച്ചാലേ പറയാൻ സാധിക്കും. സർക്കാരിൻ്റെ അല്ല, അത് എയർപോർട്ട് നമ്മുടെ പ്രത്യേക എയർപോർട്ട് കമ്മിറ്റി ഇല്ലേ, ഗവൺമെൻറ് കൊടുക്കുന്നു. അത് എയർപോർട്ട് അതോറിറ്റി തന്നെയാണ് കാര്യങ്ങളെല്ലാം, അതിൻ്റെ കമ്മിറ്റി തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതിനൊന്നും ഇപ്പം ഗവൺമെൻറ് ഭൂമിയൊക്കെ എടുത്ത എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എയർപോർട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല. ഈ എയർപോർട്ട് ഇപ്പോൾ വന്നു, അവിടുത്തെ പ്രധാന വിഷയം ഈ നാഷണൽ ഇൻ്റർനാഷണൽ വിമാന സർവീസ് കൂടണം. അതിന് വേണ്ടിയിട്ടുള്ള നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ MP-മാരെ എല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഏവിയേഷൻ മിനിസ്റ്ററൊക്കെ കൺസേൺ മിനിസ്റ്റേഴ്സിനൊക്കെ കണ്ടിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു അന്തരീക്ഷം ഇപ്പോൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വിദേശങ്ങളിൽ നിന്നും ഡൊമസ്റ്റിക്കായി നമ്മുടെ വിമാന സർവീസുകൾ നല്ലതുപോലെ വന്നാലേ വിമാനം
കമ്പനിയുടെ പ്രവർത്തനം നല്ലപോലെ മെച്ചപ്പെടും. അപ്പോഴാണ് അതിൻ്റെ വികസനം വരിക. അപ്പം അതിനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞൊരു മറുപടി ഈ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ആ മറുപടി പറയുന്നത് 1000-ലധികം ദിവസം പല പ്രതികൾക്കും പരോൾ അനുവദിച്ചു എന്നാണ്. അതിനാൽ കെ രമ അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ പ്രതികളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനമാണ് ഇതടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു വഴിവിട്ട നീക്കം ഉണ്ട് എന്നുള്ള ആരോപണം ഇത് ഒരു വഴിവിട്ട നീക്കമില്ല. നമ്മൾ ഈ മുൻകാല ഗവൺമെൻറ്റുകൾ ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കിയാൽ വലിയ കൊലക്കേസിലൊക്കെ പ്രതികളായിട്ടുള്ള ആളുകൾ ജയിലിൽ തന്നെ പോകാറില്ലായിരുന്നു. പഴയ ചരിത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ മറുപടി പറയുകയല്ല. ഒരു ജയിലിൽ കഴിയുന്ന ഒരാൾ, ആ ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് അയാൾക്കുള്ള ചില അവകാശങ്ങൾ, അധികാരങ്ങളുണ്ട്. പരോൾ, ഒരു തടവുള്ളിയാണ്, വലിയ കുറ്റം ചെയ്ത ആളാണ്, കൊലക്കേസ് പ്രതിയാണെങ്കിൽ പോലും അദ്ദേഹത്തിനുള്ള ജയിലിലുള്ള അവകാശങ്ങളും അതിനുള്ള അദ്ദേഹത്തിനുള്ള ചില സ്വാതന്ത്ര്യങ്ങളുമുണ്ട്, അവകാശങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പരോൾ കൊടുക്കാം. ആ നിയമപരമായിട്ടുള്ള പരോളുകൾ ഇപ്പോൾ രോഗം വന്നാൽ, മരണപ്പെട്ടാൽ, അടുത്ത ബന്ധുക്കൾ അതിൻ്റെയൊക്കെ നോംസും കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമേ ഗവൺമെൻറ് പരോൾ കൊടുക്കാറുള്ളൂ. പിന്നെ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് പറയുന്നതിന് വേണ്ടി ഇങ്ങനെ പറയുക എന്നുള്ളതല്ലാതെ ഗവൺമെൻറ് ഒരു വിവേചനവും അതിൽ കാണിക്കാറില്ല. എല്ലാ പാർട്ടിക്കാരും ജയിലിലുണ്ട്. അവർക്കൊക്കെ ഈ പരോളിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ന്യായമായിട്ടുള്ള ജനാധിപത്യപരമായ ജയിൽ തടവുകാർക്കുള്ള അവരുടെ ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ഒരിക്കലും ഗവൺമെൻറ് ഒരു തരത്തിലുള്ള വകഭേദവും കാണിക്കാറില്ല. എല്ലാവർക്കും ന്യായമായ നിലയിൽ തന്നെ പരോളും ആനുകൂല്യങ്ങളും കൊടുക്കാറുണ്ട്. അത് മാത്രമേ ഇതിലുണ്ടായിട്ടുള്ളൂ. അതുതന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. പിന്നെ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ശീലക്കാരുണ്ട്. എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ പൂർവ്വകാല ചരിത്രം എടുത്ത് നോക്കി. എനിക്ക് തന്നെ അറിയാം. ഞാനത് ആളെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല. ജയിലിൽ പോകലില്ല. മന്ത്രി ആഫീസിലും കോൺഗ്രസ് ആഫീസിലുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പൂർവ്വകാല ചരിത്രമൊക്കെ ഉണ്ട് UDF എന്നുള്ളത്. അത് ഇവർക്കറിയില്ലായിരിക്കും. അവരിപ്പോൾ അടുത്ത കാലത്ത് MLA ഒക്കെ വന്നതല്ലേ. അവരതൊക്കെ പഠിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഗവൺമെൻറ് നീതിപൂർവമായ നിയമപരമായ തടവുകാർക്കുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതൊരു ജനാധിപത്യ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നടപടിയാണ്. അത് കൃത്യമായി സ്വീകരിച്ചു വരുന്നുണ്ട്.